إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون والمؤمنات أوصيكم يا عباد الله أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ഇന്നത്തെ നമ്മുടെ ജുമയിൽ നാളെ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന ചില വിഷയങ്ങളുണ്ട്. ആ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്, ഏതൊക്കെയാണ് കവാടങ്ങളിലൂടെയാണ് കടന്നു പോകുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാം കേട്ട ഒരു ഹദീസാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്നതി സമാനിയതു അബ്വാബ് ഫീഹാ ബാബുൻ യുസമ്മാ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സ്സായിമൂൻ. സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ, നോമ്പുകാര് മാത്രം പ്രവേശിക്കുന്ന കവാടമാണ് റയ്യാൻ എന്ന കവാടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കഴിഞ്ഞിട്ടും ഈ ഒരു ഹദീസ് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ ഒരു ഹദീസിലൂടെ സ്വർഗ കവാടങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. 8 കവാടങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അൻഫഖ ഫീ സബീലില്ലാഹ്, തന്റെ ശരീരത്തെ, തന്റെ സമ്പത്തിനെ ആരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിച്ചുവോ, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നവർ, അത്തരം ആളുകൾ സ്വർഗത്തിലേക്ക് നാളെ സ്വർഗ കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കവാടങ്ങൾക്കും വ്യത്യസ്ത പേരുകളാണ്. ബാബുസ്സല എന്നും ബാബു സദഖ എന്നും ബാബു റയ്യാൻ എന്നും ഇങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഈ 8 കവാടങ്ങളും അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമസ്കാരം നിർവഹിച്ചവർ ബാബു സ്വലാത്തിലൂടെ അവർ കടന്നുപോകും. സദഖകൾ നിർവഹിച്ചവർ ബാബു സദഖയിലൂടെ അവർ കടന്നുപോകും. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നോമ്പെടുത്തവർ ബാബു റയ്യാനിലൂടെ അവർ കടന്നുപോകും. ഈ രൂപത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലമായി ഓരോ കവാടങ്ങളിലൂടെ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് പരലോകത്തുണ്ടാവുക. ഈ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ, എല്ലാ കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമോ? 8 കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആളുകൾ, അത്രയും ശ്രേഷ്ഠരായ മഹത്വമുള്ള ആളുകൾ ഉണ്ടാവുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, തീർച്ചയായിട്ടും 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്നവരുണ്ട്. വാർജു അൻ തകൂന മിൻഹും, അബൂബക്കറെ, നീ അവരുടെ കൂട്ടത്തിൽ പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇത് അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. 8 കവാടങ്ങളിലൂടെയും അവർ കടന്നു പോകും എന്നതല്ല ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 കവാടത്തിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ വിളിക്കും. അതാണ് അത്തരം ആളുകൾക്കുള്ള ബഹുമാനം എന്നുള്ളത്. അവർ ഒരു കവാടത്തിലൂടെ മാത്രമേ അവർ കടന്നു പോവുകയുള്ളൂ. എല്ലാ കവാടങ്ങളിലൂടെയും അവർ കടന്നു പോവുകയില്ല. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവ് ഏറ്റവും കൂടുതൽ, അല്ലാഹുവിലേക്ക് അടുത്ത മുഖർറബീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം എന്നുള്ളത് 8 കവാടങ്ങളിൽ നിന്നും മലക്കുകൾ അവരെ ആദരിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മം ഏതാണോ നിർവഹിച്ചത്, ആ കർമ്മത്തിന്റെ പേരുള്ള നമസ്കാരമാണ് എങ്കിൽ ബാബു സലയിലൂടെ, അതുപോലെ തന്നെ സദഖയാണ് ഏറ്റവും കൂടുതലെങ്കിൽ ബാബു സദഖയിലൂടെ കടന്നു പോകുമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്.
പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിലൂടെ പഠിപ്പിച്ചു. സ്വർഗത്തിന്റെ കവാടങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഹാജരായിട്ട് ആ മലക്കുകൾ ഈ സ്വർഗത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കും. എങ്ങനെയാണ് സ്വീകരിക്കുന്ന രൂപം? സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. തിബ്തും, നിങ്ങൾ ശുദ്ധിയുള്ളവരായി, നിങ്ങൾ പവിത്രതയുള്ളവരായി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. സ്വർഗത്തിൽ നിത്യവാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിലൂടെ പഠിപ്പിക്കുകയാണ്. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ സ്വർഗ്ഗ കവാടങ്ങളിലൂടെ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവ്വലു സുമറത്തിൻ തലിതുൽ ജന്ന, ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സംഘം. സൂറത്തുഹും കൽ ഖമർ, പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമാണ് അവരുടെ മുഖം. അവരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയുള്ള ആളുകളാണ്. അവർ സ്വർഗത്തിൽ തുപ്പുകയില്ല, അവർ സ്വർഗത്തിൽ മൂക്ക് ചീറ്റുകയില്ല എന്നെല്ലാം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകൾ സ്വർഗത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയില്ല. ഒരേ മനസ്സിന്റെ ഉടമകളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമില്ലാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പകയും ദേശവും ഇല്ലാത്ത ആളുകളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം കൊണ്ട് ആ കർമ്മത്തിന്റെ പേരുള്ള കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അതിനുള്ള സൗഭാഗ്യമുണ്ട്. നീ ധാരാളമായിട്ട് നോമ്പെടുക്കണം, നീ ധാരാളമായിട്ട് വുദു എടുക്കണം. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, മൻ തവല്ലഅ, ആരെങ്കിലും വുദു എടുത്തു, നമ്മൾ സാധാരണ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ നമസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ നമ്മൾ വുദു എടുത്ത് സുമ്മ ഖാല, പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും ഈ രൂപത്തിൽ വുദു എടുത്ത് പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈ 8 കവാടങ്ങളിലൂടെ നമുക്ക് പോകാമെന്നതല്ല. 8 കവാടങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മലക്കുകൾ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്ത് സ്വീകരിക്കുന്ന സാഹചര്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണോ കർമ്മം, ആ കർമ്മത്തിന്റെ പേരുള്ള കവാടത്തിലൂടെ നമ്മൾ കടന്നു പോകുമെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 8 കവാടങ്ങൾ തമ്മിലുള്ള അകലം എന്നുള്ളത് മാ ബൈന മിസ്റഅൈനി കമാ ബൈന മക്കത വ ബുസ്റ, മക്കയും ബുസ്റയും, മക്കയിൽ നിന്ന് അതിവിദൂരമാണ് ബുസ്റ എന്നുള്ള സ്ഥലം. ഈ മക്കയും ബുസ്റയും തമ്മിലുള്ള ദൂരവ്യത്യാസമുണ്ട് ഒരു കവാടത്തിൽ നിന്ന് മറ്റേ കവാടത്തിലേക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ആ സ്വർഗം എന്നുള്ളത് വിശാലമാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ അത് വിശാലമാണ്. നന്മ ചെയ്തവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗ കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ എല്ലാവിധ അവസരങ്ങളും ഉണ്ട് എന്നതാണ് മുത്തനബി ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കണം ബാബു റയ്യാനിനെ കുറിച്ച്. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലു മിൻഹു ഇല്ല സായിമൂൻ, റയ്യാൻ കവാടത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നോമ്പുകാരില്ലാതെ അതിലൂടെ വേറൊരാളും പ്രവേശിക്കുകയില്ല. ഈ ഹദീസിലെ പണ്ഡിതന്മാർ നമ്മളെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു റമദാൻ മാസം വരുമ്പോ ആ റമദാനിൽ 10-30 ദിവസത്തെ നോമ്പെടുക്കുമ്പോൾ ആ നോമ്പിന്റെ പേരിൽ മാത്രം നമ്മൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ പോകും എന്നതാണ്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലാഹുവാണ് ധാരാളം അറിയുന്നവൻ. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു തന്നത്, ഫർള് നോമ്പ് മാത്രം പോരാ, ജീവിതത്തിൽ ധാരാളമായിട്ട് സുന്നത്ത് നോമ്പുകളും നീ അധികരിപ്പിച്ച് ആ രൂപത്തിൽ ഫർളും സുന്നത്തും അടക്കമുള്ള നോമ്പുകൾ നിന്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് അനുഷ്ഠിക്കണം. അങ്ങനെ മാത്രമേ നിനക്ക് ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാൻ കഴിയൂ എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒരിക്കലും നോമ്പുകളെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം, 13, 14, 15 ദിവസങ്ങളിൽ, കഴിയുന്ന ദിവസങ്ങളിലെല്ലാം നോമ്പെടുത്ത് ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ചെറിയ കർമ്മങ്ങളാണ് എന്ന് വിചാരിച്ച് ഒന്നിനെപ്പോലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. കുല്ലു സുലാമി, എല്ലാ സന്ധികൾക്കും, തീർച്ചയായിട്ടും എല്ലാ സന്ധികൾ കൊണ്ടും, മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് സദഖയുടെ കൂലി നേടിയെടുക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നല്ല വാക്ക് പറയ്, അത് സദഖയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. നീ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്ക്, അത് സദഖയാണ് എന്ന് മുത്തനബി പഠിപ്പിച്ചു. ആളുകളോട് നീ നീതിയോടുകൂടി പെരുമാറി, അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗ കവാടങ്ങളിലൂടെ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ചേരാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഹദീസുകളെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, നീ പ്രത്യേകമായിട്ട് ഒരു കർമ്മത്തെ നീ ടാർഗറ്റ് ചെയ്യണം,
ഒരു കർമ്മത്തിന്റെ മേൽ നീ വല്ലാതെ സ്ട്രെങ്ത് ചെയ്യണം. നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കർമ്മം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ കർമ്മം നീ ധാരാളമായിട്ട് ചെയ്യണം. എല്ലാ കർമ്മങ്ങളും ചെയ്യണം. മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു പഠിപ്പിച്ചത് മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. മുത്തനബി പഠിപ്പിച്ചത് മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഒരു കർമ്മത്തിന് നീ വല്ലാതെ സ്ട്രെങ്ത് കൊടുക്കണമെന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്. നമസ്കാരമാണ് എങ്കിൽ നമസ്കാരത്തിന് വല്ലാത്ത താല്പര്യം നീ കൊടുക്കണം. ഫർദ് നമസ്കാരത്തിന് സമയമായാൽ കൃത്യമായി നമസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണം. ഈ രൂപത്തിൽ നമസ്കാരങ്ങൾ നിർവഹിച്ച് ഇസ്ലാം പഠിപ്പിച്ച റസൂൽ പഠിപ്പിച്ച കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ബാബു സ്വലാത്തിലൂടെ നിനക്ക് കടന്നു പോകാൻ കഴിയണമെന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഖുർആൻ വിളിച്ചല്ലോ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ച് ആ സ്വർഗീയ ലോകത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു നന്മയ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. സ്വർഗീയ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ കവാടം ഏത് കവാടമാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ 8 കവാടങ്ങളിൽ ഏത് കവാടങ്ങളിലൂടെയാണ് ഞാൻ സ്വർഗീയ ലോകത്തേക്ക് പോകേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ സമയം മുതൽ, ഈ നിമിഷം മുതൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഇന്ന ബാബിലൂടെ എനിക്ക് പോകണം, ഇന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണം. ആ കർമ്മത്തിനോട് വല്ലാത്തൊരു താല്പര്യം, ആ കർമ്മത്തിനോട് വല്ലാത്തൊരു ആത്മാർത്ഥത, ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ശിർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. എല്ലാം പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നതിന് തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് റഹ്മാനെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളും എല്ലാവിധ ബിദ്അത്തുകളും അനാചാരങ്ങളും എല്ലാം പുറത്തു മാപ്പാക്കി തന്ന് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. സന്തോഷത്തോടുകൂടി മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി പാരത്രിക ലോകത്ത് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപക്കറകളെല്ലാം ഞങ്ങളുടെ ഇബാദത്തുകളിലൂടെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാബു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സദഖകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാബു സദഖയിലൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാബു റയ്യാനിലൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗികൾ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സിഹത്ത് കൊടുക്കണേ അല്ലാ. ആരുടെ മണ്ണിലേക്ക് യാത്രയായ മാതാപിതാക്കളുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കബറിടം നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ റഹ്മാനെ. മക്കളെ കൊണ്ട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല റഹ്മാനെ. ഈ ദുനിയാവിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് മാതാപിതാക്കളോടൊപ്പം ഇണയോടൊപ്പം മക്കളോടൊപ്പം കടന്നു വരാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവരാണ്, കടങ്ങളെല്ലാം തീർത്തുകൊണ്ട് ബാധ്യതകളുള്ളവരാണ്, ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവരും ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അതിലുപരി നിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മുവഹിദായി, ഒരു മുജാഹിദായി, ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ ആളുകൾ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്, അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. സൗഖ്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അന്തിമ വിജയം ഇസ്ലാമിനാണ് എന്ന് നീ നൽകിയ ഉറപ്പാണ് റഹ്മാനെ. ആ ഉറപ്പ് നൽകി യാഥാർത്ഥ്യമാക്കി നീ ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർഹും. അല്ലാഹുമ്മ اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من دعائنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم صل على محمد وعلى ال محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.